ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു എൻ്റെ വീട്ടിൽ ചെറുതായിട്ട് ചെയ്തൊരു പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ആണ്. പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പിട്ട് ഇതായിരുന്നു അവസ്ഥ. വെറുതെ എനിക്കിങ്ങനെ രാവിലെ എണീച്ചപ്പം ബ്രഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ തോന്നി, എന്താ ചെയ്ത് നോക്കിയാലോ, വൃത്തിയുടെ കിടക്കുമല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിൽ തോന്നി. വീട് വെച്ചിട്ട് 9 കൊല്ലം കഴിഞ്ഞു. അതിന് ശേഷം ജസ്റ്റ് ഒരു റീപെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസ്മെൻ്റ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. ആദ്യം പാല് കാച്ച സമയത്ത് ചെയ്തതായിരുന്നു. പിന്നെ അതിന് ശേഷം ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ഇതായിരുന്നു ആദ്യത്തെ അവസ്ഥ. ഭയങ്കര പൊടിയും എല്ലാം പായലും എല്ലാം കയറിയിട്ട് അടുത്ത സമയത്ത് ഒരു 3 കൊല്ലമൊക്കെ ആയതുള്ളൂ ഞങ്ങൾ ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ട്. അതിന് മുമ്പിട്ട് ഉള്ള ചെളിയും മണ്ണും ഇതെല്ലാം മഴ പെയ്ത് ഇങ്ങനെ കയറി. ഇൻ്റർലോക്ക് ഇട്ടതിന് ശേഷം പിന്നെ മണ്ണ് ഇങ്ങനെ കയറത്തില്ലല്ലോ. ഞാൻ അതിലായിരുന്നു കുത്തിച്ചെറിഞ്ഞ് കിടക്കുന്നത്. നല്ലൊരു ജോലിയാണ് ഈ ക്ലീൻ ചെയ്യൊക്കെ എന്ന് പറയുന്നത്. പെയിൻറ്റിങ്ങിനേക്കാളും വലിയ പാടാണ് ഈ ക്ലീൻ ചെയ്യുന്നത്. അഴുക്ക് ചുരണ്ടിയെല്ലാം കത്രികയും കൊണ്ട്, ഇതിൽ പഴയൊരു കത്രികയായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ചുരണ്ടി അത് ഇപ്പോഴത്തെ വെയിൽ എന്തൊരു ചൂടാ വെയിലിന്. ആ വെയിൽ മൊത്തവും ഇരുന്ന് കൊണ്ട് ഇങ്ങനെ ഒരുവിധം ചുരണ്ടി വൃത്തിയാക്കിയൊക്കെ 4 സൈഡും ചെയ്ത്. പിന്നെ അടുത്ത സൈഡ്, ആ ഒരു സൈഡൊക്കെ ആദ്യമേ ചെയ്ത് പിന്നാണ് ഇപ്പുറത്തോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. കുറേശ്ശെയായിട്ടാണ് ചെയ്തത്. നല്ലതായിട്ട് വെള്ളം ഒഴിച്ചാലിട്ട് ഈ ബ്രഷും കൊണ്ട് തേച്ച് വരച്ചപ്പോൾ നല്ലതായിട്ട് അഴുക്ക് പോകുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കഴിയുന്നതാണ് വൃത്തിയൊക്കെ ആക്കി. അപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ ഇവിടെ ഇൻ്റർലോക്ക് ഇട്ടപ്പം ഭിത്തി കെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെയും വൃത്തിയാക്കാമെന്നൊക്കെ തോന്നി. അപ്പോൾ അവിടെയും ക്ലീൻ ചെയ്ത് പിന്നെ പെയിൻറ്റിങ്ങിലേക്ക് കടന്നു. അങ്ങനെ പെയിൻറ്റിങ് തുടങ്ങി ഒരുവിധമൊക്കെ ചെയ്ത് ഇങ്ങനെ വന്നു. എൻ്റെ മോനാണെങ്കിൽ ഇതിനിടയ്ക്ക് നല്ല കുസ്തിയായിരുന്നു. അവൻ്റെ അടുത്തും ഗുസ്തി ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അവനും നടന്ന വെയിൽ വെള്ളക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ചെയ്തു. 2 സൈഡൊക്കെ ചെയ്ത് ഏകദേശം ഇത്രയൊക്കെ ആക്കി. ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്ക് എനിക്ക് തോന്നി, ഇവിടെ നേരത്തെ ചെയ്തതിൻ്റെ ബോർഡർ കൊടുത്തതിൻ്റെ ഓറഞ്ച് കളർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ആ ബോർഡർ അവിടെ മൊത്തവും പായൽ കയറിയായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ അവിടെയും കൂടെ ഒന്ന്, ഫ്രണ്ടല്ലേ ഇതിൻ്റെ ഫ്രണ്ട് വശമാണ്, അപ്പോൾ ഞാൻ വെച്ചാൽ അവിടെയും കൂടെ ഒന്ന് വൃത്തിയാക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത്. അങ്ങനെ അതും വൃത്തിയായി. നമ്മളെ കൊണ്ട് പിന്നെ ശ്രമിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല അല്ലേ. അപ്പം എല്ലാവരുമൊക്കെ ശ്രമിച്ച് നോക്കണം ഒക്കുന്നതൊക്കെ. പിന്നെ ഞാൻ വെച്ച് കിണറും ഒന്ന് വൃത്തിയാക്കി വെച്ചാലോ, കിണറൊക്കെ മൊത്തവും ഇതണക്ക് പായൽ കയറി ഒന്ന് വൃത്തിയേടായാലും. അപ്പോൾ ഞാൻ വെച്ച് അതൊന്ന് വൃത്തിയാക്കിയാലോ എന്ന് വെച്ച്. കിണറിന് മൂടിയൊക്കെ ഇട്ടത് ഇപ്പോഴാണ്, അതിൻ്റെ മുകളിൽ ഗ്രില്ലൊക്കെ പണിയിട്ടത് ഇപ്പോഴായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് അതും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുത്താലോ എന്ന് വെച്ച്. അപ്പോൾ അതും ചെയ്തു. അങ്ങനെ അതും വൃത്തിയായി. ഗാർഡൻ്റെ അവിടുത്തെ ഒരു സൈഡിൽ ഒരു വരി കട്ട കൊണ്ട് കെട്ടിയതായിരുന്നു. അതും മൊത്തം പായലൊക്കെ കയറി കുത്തനെ കിടന്നു. അങ്ങനെ അതും ചെയ്ത്. അങ്ങനെ ചെയ്തു വന്നപ്പോൾ ഈ ഗ്രേ കളറങ്ങ് തീർന്നു പോയി. പിന്നെ അടിയിൽ കൊടുക്കാനില്ല. അപ്പോൾ അടിയിൽ ബ്ലാക്ക് കളറങ്ങ് കൊടുത്ത്. ഒന്നും വൃത്തികേടൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയൊക്കെ ആയി. എൻ്റെ മോനും ഇതിനകത്ത് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അവനും വെള്ളം ഒഴിക്കാനും പെയിൻ്റ് കൊണ്ട് തരാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തന്നു. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണേ. ഇതാ മണ്ണൊക്കെ കയറിയിരുന്ന ആ ഒരു വൃത്തികേടൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് മാറി. ഒരു വൃത്തിയൊക്കെ ആയിട്ടുണ്ടല്ലേ. എല്ലാം ചെയ്ത് കഴിഞ്ഞുള്ള ഫുള്ള് ആയിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്.
നമ്മൾ ശ്രമിച്ചാൽ നമ്മളെക്കൊണ്ട് എന്തും നടക്കും. സമയം നമ്മളെപ്പോലെ വെറുതെ ചുമ്മാതെ വീട്ടിൽ മൊബൈൽ നോക്കിയിരിക്കുന്ന അമ്മമാർക്കൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട് വൃത്തിയാക്കിയിടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം.